സോ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ആൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് വെയർ എഫ് ഓഫ് എക്സ് ഈസിക്കൽ സൈൻ എക്സ് ബൈ എക്സ് എക്സ് ലെസ് ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ എക്സ് പ്ലസ് 1 ആണ്. സോ ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റുകളെല്ലാം എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ, ഓക്കെ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ അപ്പോൾ 0 എന്ന് സീറോയ്ക്ക് മുന്നേ ഒരു ജനറൽ പോയിന്റ് എടുക്കുക. കേസ് 1 നമ്മളിത് ചെയ്തിട്ടുണ്ട്. കേസ് 1 എന്ത് ചെയ്യാൻ പോവുക, സി എന്ന് പറയുന്നൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ലെറ്റ് സി ബി എ പോയിന്റ് സച്ച് ദാറ്റ് സി ലെസ് ദാൻ 0. സീറോയ്ക്ക് മുന്നേ ഉള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. അങ്ങനെ സിക്ക് മുന്നേ ഉള്ള പോയിന്റ് ഏതെങ്കിലും എടുക്കുമ്പോഴത്തേക്കും ഫംഗ്ഷൻ എന്താ, ഫംഗ്ഷൻ സൈൻ എക്സ് ബൈ എക്സ് അല്ലയോ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി സൈൻ എക്സ് ബൈ എക്സ് ഈസിക്കൽ ടു എന്തെന്ന് വിളിക്കാം, സൈൻ സി ബൈ സി എന്ന് വിളിക്കാം. ഓക്കെ, സി ഏതോ ഒരു പോയിന്റ്, സീറോയേക്കാൾ മുന്നേ ഉള്ള ഏതോ ഒരു പോയിന്റ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സി എന്ത് കിട്ടും, എഫ് ഓഫ് സിയും നമുക്ക് എന്ത് കിട്ടും, സൈൻ സി ബൈ സി എന്ന് കിട്ടും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും നമുക്ക് എന്ത് തന്നെ കിട്ടി, സെയിം തന്നെ കിട്ടി. വിച്ച് ഇംപ്ലൈസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കേസ് ടു എന്താ, സീറോയ്ക്ക് അപ്പുറമുള്ളൊരു പോയിന്റ് ഏതെങ്കിലും ഒരെണ്ണം കൺസിഡർ ചെയ്യുക. സോ 0 കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ലെറ്റ് സി ബി എ പോയിന്റ് സച്ച് ദാറ്റ് സി ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്താ എക്സ് പ്ലസ് 1 അല്ലയോ, എക്സ് പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, സി പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി. എഫ് ഓഫ് സിയും കൊടുത്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും, സി സീറോയേക്കാൾ വലിയ ഏതോ ഒരു പോയിന്റ്. സോ എഫ് ഓഫ് സിയും ഫംഗ്ഷൻ എന്ത് തന്നെയാണ്, സി പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ ആണേ, സോ അവിടെയും കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എവിടെ, 0 എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ആവുന്നത് ഇല്ലേ. 0 എന്ന് പറയുന്നതിന് തൊട്ട് മുന്നേ ഒരു ഫംഗ്ഷൻ, അത് കഴിഞ്ഞിട്ട് വേറൊരു ഫംഗ്ഷൻ, അങ്ങനെയാണ് സ്പ്ലിറ്റ് ആവുന്നത്. സോ 0 എന്ന് പറയുന്ന പോയിന്റിലെ കണ്ടിന്യൂറ്റി നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷൻ കണ്ടിന്യൂറ്റി നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, ചെക്ക് ചെയ്യാൻ പോവുക. അറ്റ് എക്സ് ഈക്വൽ ടു 0 നമുക്കറിയാം, എക്സ് ഈക്വൽ ടു 0യിൽ സീറോയ്ക്ക് തൊട്ട് മുന്നേ ഫംഗ്ഷൻ ഇതാണ്, 0 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇതാണ്. സോ നമുക്ക് എന്തുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്, രണ്ടും എടുക്കണം. ഓക്കെ, സോ എൽ എച്ച് എൽ എടുക്കാം. എൽ എച്ച് എൽ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ്, സീറോയ്ക്ക് തൊട്ട് മുന്നേ ഉള്ള വാല്യൂ എടുക്കുക. 0 മൈനസ് ആണ് ഈ ഫംഗ്ഷൻ എന്താ, സൈൻ എക്സ് ബൈ എക്സ് ആണ്. നമുക്കറിയാം ലിമിറ്റ്, നമ്മൾ ഫസ്റ്റ് ഇയറിലും പഠിച്ച കാര്യം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്താ, 1 അല്ലേ, അത് 1 ആണ്. സോ ആർ എച്ച് എൽ കണ്ടുപിടിക്കുക. ഇനി ആർ എച്ച് എൽ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ, എക്സ് പ്ലസ് 1 ലിമിറ്റ് അപ്ലൈ, ആൻസർ എന്ത് കിട്ടും, 1. ഇനി എഫ് ഓഫ് 0 ചെയ്താലോ, എഫ് ഓഫ് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിലും ഫംഗ്ഷൻ എക്സ് പ്ലസ് 1 ആണ് അല്ലേ. സോ എഫ് ഓഫ് 0 എന്ത് കിട്ടും, 0 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ എൽ എച്ച് എൽ ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ് എൽ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0 വന്നു. സോ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് 0 ഓൾസോ. അപ്പോൾ 0യിലും ഫംഗ്ഷൻ എന്ത് തന്നെയാണ്, കണ്ടിന്യൂസ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ എന്തല്ല, ഒരു പോയിന്റിലും ഡിസ്കണ്ടിന്യൂസ് അല്ല അല്ലയോ. ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിന്റ്സ്. ഫംഗ്ഷൻ എന്താ, എല്ലാ പോയിന്റിലും എന്ത് തന്നെയാണ്, കണ്ടിന്യൂസ് തന്നെ. ഒരു പോയിന്റിലും അതെന്തല്ല, ഡിസ്കണ്ടിന്യൂസ് അല്ല. കണ്ടോ, 0യേക്കാൾ മുന്നേ ഉള്ള ഒരു സി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു, അവിടെ എല്ലാം കണ്ടിന്യൂസാണ്. 0 കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് എടുത്തു, അവിടെ എല്ലാം കണ്ടിന്യൂസാണ്. ഇനി 0 നോക്കിയപ്പോൾ 0യിലും എന്ത് തന്നെയാണ്, കണ്ടിന്യൂസ് തന്നെയാണ്. സോ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിന്റ്സ്. ഓക്കെ, നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിറ്റർമൈൻ ഇഫ് എഫ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് 1 ബൈ എക്സ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, ചെക്ക് ചെയ്യാൻ പോവുക. നമുക്ക് നോക്കാം. ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, 0 അല്ലാത്തൊരു പോയിന്റ്, അപ്പോൾ 0 അല്ലാത്ത ഏതെങ്കിലും ഒരു പോയിന്റ്, ജനറൽ പോയിന്റ് സി കൺസിഡർ ചെയ്യുക. 0 എന്ന് പറയുന്ന പോയിന്റിലും എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ ആണോ. സോ ലെറ്റ് സി ബി എനി പോയിന്റ് സച്ച് ദാറ്റ് സി നോട്ട് ഈക്വൽ ടു 0 അല്ലാത്ത ഏതോ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കണോ, എന്ത് ചെയ്താൽ മതി, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും എന്ത് ചെയ്യണം, ഈക്വൽ ആണെന്ന് തെളിയിക്കണം. ഓക്കെ, നോക്കാം നമുക്ക്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്താ, സി 0 അല്ല എങ്കിൽ ഫംഗ്ഷൻ എന്താ, എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് 1 ബൈ എക്സ് അല്ലയോ. സോ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ
1/x വിച്ച് ഈസ് ഈക്വൽ ടു നോക്കിക്കേ സി ഏതോ ഒരു പോയിൻ്റ് അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ താണ്ട എന്ത് വരും സി ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്തൂടെ അപ്ലൈ ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ ഇല്ല നമുക്ക് ഫംഗ്ഷൻ എങ്ങനെ കിട്ടും c² ഇൻറ്റു സൈൻ ഓഫ് 1/c എന്ന് കിട്ടും പ്രശ്നമൊന്നുമില്ല ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം സീറോ അല്ലല്ലോ കാരണം സീറോ അല്ലാത്തതുകൊണ്ട് ലിമിറ്റ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി നോക്കിക്കേ എഫ് ഓഫ് സി എന്താ എഫ് ഓഫ് സി ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും c² ഇൻറ്റു സൈൻ 1/c എന്ന് കിട്ടും പ്രശ്നമൊന്നും ഇല്ല അത് കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ സി എന്താണെന്ന് വിചാരിക്കുക സീറോ ആണെന്ന് വിചാരിക്കുക ഓക്കെ സി എന്ന് പറയുന്ന പോയിന്റ് എന്താണെന്ന് വിചാരിക്കുക സീറോ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന പോയിന്റ് എന്താണെന്ന് വിചാരിക്കുക സീറോ ആണെന്ന് വിചാരിക്കുക അപ്പോൾ സീറോ എന്ന് പറയുന്ന പോയിന്റിലെ കണ്ടിന്യൂറ്റി നമ്മൾ എന്ത് ചെയ്യാൻ പോയി ഇനി ചെക്ക് ചെയ്യുമ്പോൾ സീറോ അല്ലാത്ത പോയിന്റ് ഏത് പോയിന്റ് ആയിക്കോട്ടെ നമുക്ക് എന്താ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി ഇനി എന്ത് ചെയ്യുക x=0 എന്ന് പറയുന്ന പോയിന്റ് എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യുക x=0 എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം സീറോ എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ സീറോ ആണ് വാല്യൂ സീറോ ആണ് പക്ഷേ സീറോയുടെ മുന്നേ ഉള്ള പോയിന്റ് അല്ലെങ്കിൽ അപ്പുറമുള്ള പോയിന്റിൽ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്താ അത് x² ഇൻറ്റു സൈൻ ഓഫ് 1/x ആവുന്നുണ്ട് അപ്പോൾ സോ നമുക്ക് എന്ത് ചെയ്യണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എഫ് ഓഫ് സീറോയും നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ഓക്കെ ആണ് കാരണം ആ സീറോ എന്ന് പറയുന്ന പോയിന്റിൽ വാല്യൂ സീറോ ആണ് ഫംഗ്ഷൻ്റെ വാല്യൂ സീറോ ആണ് സീറോ എന്ന് പറയുന്ന പോയിന്റ് അപ്പുറം ആയാലും അല്ലെങ്കിൽ ഇപ്പുറത്തോട്ടോ മാറിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഫ് ഓഫ് സീറോയും നമുക്ക് എന്ത് ചെയ്യണം സീറോ ആണെന്ന് കണ്ടുപിടിക്കണം ഓക്കെ എഫ് ഓഫ് സീറോ നമുക്ക് ആൾറെഡി അറിയാം ഡയറക്റ്റ്ലി നമുക്കറിയാം എഫ് ഓഫ് സീറോ x=0 ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് തന്നെയാണ് സീറോ തന്നെയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം LHL കണ്ടുപിടിക്കണം LHL ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അതായത് ലിമിറ്റ് x→0 മൈനസ് സീറോയുടെ തൊട്ട് മുന്നേ നമുക്കറിയാം സീറോ അല്ല സീറോയുടെ മുന്നേ ആയിക്കോട്ടെ സീറോ കഴിഞ്ഞോ ആയിക്കോട്ടെ സീറോ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താ x² ഇൻറ്റു സൈൻ 1/x സോ ഫംഗ്ഷൻ എന്താ x² ഇൻറ്റു സൈൻ ഓഫ് 1/x ഓക്കെ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചൊരു കാര്യം നമുക്ക് ഓർമ്മ വരണം എന്താ ലിമിറ്റ് x→0 സൈൻ x/x എന്താ 1 ഇനി ഇവിടെ എക്സ് വന്നുകൊണ്ട് ഇവിടെ എക്സ് ഇനി സൈൻ 1/x ആയിരുന്നെങ്കിലോ താഴെയും 1/x വന്നേനെ ഇനി സൈൻ ഓക്കെ കൺസെപ്റ്റ് മനസ്സിലായല്ലോ സൈൻ ഇവിടെ എന്താണോ വരുന്നത് അത് തന്നെ എന്ത് ചെയ്യണം താഴെ വരണം ഫോർ എക്സാമ്പിൾ ലിമിറ്റ് x→0 സൈൻ x² ആണെങ്കിൽ താഴെ എന്ത് വരണം x² വരണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും 1 ആയിരിക്കും ഓക്കെ ആണേ സൈൻ 2x ആണെങ്കിൽ താഴെയും 2x സൈൻ 3x ആണെങ്കിൽ താഴെയും 3x ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയേ ആ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് x→0 മൈനസ് സീറോ മൈനസ് ആയിക്കോട്ടെ പ്ലസ് ആയിക്കോട്ടെ എന്തായാലും ഫംഗ്ഷൻ അപ്പം മാറി എന്താ x² ഇൻറ്റു സൈൻ 1/x ഈ x² ഒരു എക്സ് ഞാൻ x² എനിക്ക് എങ്ങനെ എഴുതാണ്ടാവുന്നു എഴുതി കാണിച്ചു തരാം ലിമിറ്റ് x→0 മൈനസ് x² ഞാൻ x ഇൻറ്റു x എന്ന് എഴുതാൻ പോകും x ഇൻറ്റു സൈൻ 1/x ഓക്കെ ആണോ ഈ എക്സിനെ എനിക്ക് എന്ത് ചെയ്യാം ഡിവൈഡഡ് ബൈ 1/x എന്നാക്കിക്കൂടെ which is equal to limit x→0 മൈനസ് x ഇൻറ്റു സൈൻ 1/x ഡിവൈഡഡ് ബൈ 1/x കണ്ടോ ഈ 1/x മേളിൽ പോകുമ്പോൾ വീണ്ടും എന്താവും x ആയിട്ട് മാറും സോ ഒരു എക്സിനെ ഞാനിങ്ങനെ എടുത്തു അതിനെ 1/x എന്ന് എഴുതി വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം ഇനി സിമ്പിൾ ആൻസറിലോട്ട് എത്തിക്കഴിഞ്ഞ് ഈ ലിമിറ്റ് എന്ത് ചെയ്യാം ഇവനും കൊടുക്കാം ഇനി x0 നമുക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം ലിമിറ്റ് x→0 സൈൻ x/x എന്താ 1 ഈ എക്സിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അതെന്തോ 0 ആവും സോ 0 ഇൻറ്റു എന്തെന്ന് കിട്ടും 1 എന്ന് കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു എന്താ 0 ആയ ഓക്കെ ലിമിറ്റ് നമുക്കറിയാം മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലിമിറ്റ് ഇവനും കൊടുക്കാം ഇവനും സെപ്പറേറ്റ് കൊടുക്കാം ഇവന് കൊടുക്കുമ്പോൾ എന്താവും ലിമിറ്റ് x→0 സൈൻ 1/x ഡിവൈഡഡ് ബൈ 1/x എന്താവും 1 ആവും ഇവന് ലിമിറ്റ് ഡയറക്റ്റ് 0 കൊടുക്കുമ്പോൾ എന്താവും 0 തന്നെ ആവും സോ 0 ഇൻറ്റു 1 എന്ന് കിട്ടും ആൻസർ എന്ത് കിട്ടും 0 കിട്ടും സിമിലർലി ഇതുപോലല്ലയോ RHL ചെയ്ത് നോക്ക് തനിയെ ചെയ്ത് നോക്ക് RHL എന്ത് തന്നെ കിട്ടും 0 കിട്ടും സോ LHL RHL 0 ആണ് LHL RHL 0 ആണ് എഫ് ഓഫ് 0 എന്ത് തന്നെയാണ് 0 തന്നെ സോ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് 0 സോ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് 0 അപ്പോൾ 0യിൽ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി കണ്ടിന്യൂസ് ആണെന്ന് പറയും ഇനി 0 അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഫംഗ്ഷൻ എന്ത് തന്നെയാണ് കണ്ടിന്യൂസ് തന്നെ ജനറലി ഒരു C എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു അവിടെ നമുക്ക് ഫംഗ്ഷൻ എന്താണെന്ന് കിട്ടി കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി ഓക്കെ സോ ഫംഗ്ഷൻ ജനറലി ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ കണ്ടിന്യൂസ് ആണ് ഇനി 0 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്താവുന്നുണ്ട് കണ്ടിന്യൂസ് ആണെന്നുണ്ട് സോ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് സോ വിച്ച് ഇംപ്ലൈസ് function is continuous at its domain അപ്പോൾ അതിന് ഡിഫൈൻ ചെയ്തേക്കുന്ന ഡൊമൈനിൽ ആ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്
കണ്ടിന്യൂസ് തന്നെയാണ്. ഓക്കെ, ഇവിടുത്തെ ഡൊമൈൻ ഏതാ? ഒന്ന് സീറോയിൽ വാല്യൂ ഉണ്ട്, സീറോ എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എന്താ ഫംഗ്ഷൻ എന്താണ്ട് എച്ച് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x ആണ്. അവിടെയും ഫംഗ്ഷൻ എല്ലാ ബാക്കിയുള്ള പോയിന്റുകളിലെല്ലാം എന്താ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഓക്കെ ഓക്കെ സോ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സാമിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് എഫ് വെയർ എഫ് ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. എക്സ് നോട്ട് ഈക്വൽ ടു സീറോ. എക്സ് സീറോ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താ? സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. എക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ? -1. ഓക്കെ, സോ കേസ് 1 എക്സ് നോട്ട് ഈക്വൽ ടു സീറോ. എക്സ് സീറോ അല്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? കൺസിഡർ സി സച്ച് ദാറ്റ് സി നോട്ട് ഈക്വൽ ടു സീറോ. സി എന്ന് പറയുന്നത് ജനറൽ പോയിന്റ് കൺസിഡർ ചെയ്യുക. സി എന്തല്ല? സീറോ അല്ല. അങ്ങനെ അതേ പറയാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി. സി സീറോ അല്ല, വേറെ ഏതോ ഒരു പോയിന്റാണ്. സീറോ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് എക്സ് എന്താ? സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ലിമിറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്യാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്ത് കിട്ടും? സൈൻ സി മൈനസ് കോസ് സി എന്ന് കിട്ടും. ഇനി എഫ് ഓഫ് സി കണ്ടുപിടിച്ച് നോക്ക്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. സോ എഫ് ഓഫ് സി എന്തായിരിക്കും? സൈൻ സി മൈനസ് കോസ് സി ആയിരിക്കും. സോ ഫസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞു. എന്തായിരുന്നു? എക്സ് സീറോ അല്ലെന്ന് വിചാരിക്കുക. സീറോ അല്ല, ഞാൻ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എന്തല്ല? സീറോ അല്ല. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ എന്താ? സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ആ സാധനം എന്താണെന്ന് പ്രൂവ് ചെയ്ത് നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്ത്? പ്രൂവ് ചെയ്ത്. ഇനി നമുക്ക് കേസ് 2 നോക്കാം. കേസ് 2 എന്താ പറയുന്നത്? എക്സ് ഈക്വൽ ടു സീറോ അല്ലേ? എക്സ് ഈക്വൽ ടു എന്താ? സീറോ. അത് കൺസിഡർ ചെയ്യുക. എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുക. എക്സ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ എഫ് ഓഫ് സീറോ എന്ത് കിട്ടും? എഫ് ഓഫ് സീറോ നമുക്ക് കിട്ടും എത്ര? -1 ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു സീറോയിൽ ഫംഗ്ഷൻ എന്താ? -1. സോ എഫ് ഓഫ് സീറോ എന്ത് കിട്ടി? -1 കിട്ടി. ഇനി നമുക്ക് ആര് വേണം? എൽ എച്ച് എല്ലും വേണം, ആർ എച്ച് എല്ലും വേണ്ടി വരും. കാരണം സീറോ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. സീറോയ്ക്ക് തൊട്ട് മുന്നേ ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ? സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. സീറോ കഴിഞ്ഞിട്ടാണെങ്കിലും ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? സൈൻ എക്സ് മൈനസ് കോസ് എക്സ് തന്നെയാണ്. സോ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു, ഒന്നുകിൽ നിങ്ങൾക്ക് എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും കണ്ടുപിടിച്ച് അത് രണ്ടും ഈക്വലാണ്, അത് എഫ് ഓഫ് സീറോയ്ക്ക് ഈക്വൽ ആണെന്ന് തെളിയിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തെളിയിക്കാം? തൊട്ട് മുന്നേ പറഞ്ഞായിരുന്നു, എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും അല്ല തെളിയിക്കുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ടെൻസ് ടു സീറോ എന്ന് പറയുവാണ്. അപ്പോൾ സീറോയിൽ എത്തിയിട്ടില്ല. ഒന്നുകിൽ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും കണ്ടുപിടിച്ചിട്ട് അത് തെളിയിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ വേറൊരു ഐഡിയ യൂസ് ചെയ്തായിരുന്നു അല്ലേ? എക്സ് എന്ന് പറയുന്ന പോയിന്റ് വരെ നമ്മൾ എന്ത് ചെയ്തും? സീറോ പ്ലസ് എച്ച് അല്ലെങ്കിൽ എച്ച് പ്ലസ് എച്ച് എന്ന് പറയുന്ന പോയിന്റായിട്ട് കൺസിഡർ ചെയ്യുന്നിട്ട് എച്ച് ടെൻസ് ടു എന്ത് കൊടുക്കും? സീറോ കൊടുക്കും. ആ രീതിയിലും തെളിയിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എളുപ്പം നമുക്ക് എന്ത് ചെയ്യാം? എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ചെയ്യാൻ തന്നെ എളുപ്പം. ഓക്കെ, അപ്പോൾ അത് സൈനറ്റ്സ് കോസറ്റ്സ് ഒക്കെ പ്രൂവ് ചെയ്യേണ്ട സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റേ മെത്തേഡ് യൂസ് ചെയ്യുക. അല്ലാതെ ഈ പ്രോബ്ലത്തിനകത്ത് ഇങ്ങനെയൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും എടുത്താൽ മതി. ഓക്കെ ഓക്കെ സോ കേസ് 2 നോക്കാം. എഫ് ഓഫ് സീറോ ഇസ് ഈക്വൽ ടു -1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിയേ എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ഓക്കെ, എൽ എച്ച് എൽ കണ്ടുപിടിക്കുക ആദ്യമേ. എൽ എച്ച് എൽ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ മൈനസ് സീറോയുടെ തൊട്ട് മുന്നേ ഉള്ള വാല്യൂ. എന്തായാലും സീറോ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? സൈൻ എക്സ് മൈനസ് കോസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു സീറോ മൈനസ് സീറോ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. സീറോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ സീറോ എന്താവും? സീറോ ആവും. കോസ് സീറോ എന്താവും? 1 ആവും. സോ -1 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, ആർ എച്ച് എൽ എടുക്കുമ്പോഴോ? ആർ എച്ച് എൽ എടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ പ്ലസ്, അപ്പോഴും സീറോ പ്ലസ് ആണെങ്കിലും ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? സൈൻ എക്സ് മൈനസ് കോസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും? സീറോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സീറോ സൈൻ സീറോ സീറോ കോസ് സീറോ 1. സോ -1 എന്ന് കിട്ടും. സോ എൽ എച്ച് എൽ ഈസ് ഈക്വൽ ടു ആർ എച്ച് എൽ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സീറോ -1. ഓക്കെ, സോ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് സീറോ ഓൾസോ. അപ്പോൾ സീറോയിലും കണ്ടിന്യൂസ് ആണ്, സീറോ അല്ലാത്ത ബാക്കിയുള്ള ഏതൊരു പോയിന്റ് എടുത്താലും അവിടെയും കണ്ടിന്യൂസ് ആണ്. സോ ജനറലി നമുക്ക് എന്താ പറയാം? ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് പറയാം. ഓക്കെ ഓക്കെ ഇനി ഇതല്ലാതെ ചെയ്യുന്ന മാർഗ്ഗം ഞാൻ പറഞ്ഞായിരുന്നില്ലയോ? നമ്മൾ എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് എന്താ? സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? സീറോ പ്ലസ് എച്ച് എന്ന് വിളിക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതേ സാധനത്തെ എനിക്ക് എങ്ങനെയും വിളിക്കാം? ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എന്ന് വിളിക്കണം. എന്താ വിളിക്കണം? എച്ച് ടെൻസ് ടു സീറോ എന്ന് വിളിക്കണം. സൈൻ ഓഫ് സീറോ പ്ലസ് എച്ച് എന്ന് വിളിക്കണം. കണ്ടോ? എച്ച് സിയിൽ സീറോ എന്ന് പറയുന്ന പോയിന്റിലേ നമ്മൾ നോക്കുന്നത്. സോ സീറോ പ്ലസ് എച്ച് എന്ന് വിളിക്കണം. മൈനസ് കോസ് ഓഫ് സീറോ പ്ലസ് എച്ച് എന്ന് വിളിക്കണം.
ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കും. ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ആൻസർ എന്ത് കിട്ടും നോക്കും, -1 തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആൻസർ ആയിട്ട് കിട്ടും. സോ LHലും RHലും ഇങ്ങനെ എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്ത് പ്രൂവ് ചെയ്യാം. നമ്മൾ ആദ്യം ആ സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും ഒക്കെ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്ത സെയിം മെത്തേഡ് വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കും, ഓക്കെ. സോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. f of x is equal to k into cos x divided by pi minus 2x if x not equal to pi by 2. If x equal to pi by 2 ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x equal to pi by 2 ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോദ്യം എന്താ, ഫൈൻഡ് k. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബ്ലം, ഫൈൻഡ് k. ഓക്കെ, സോ x equal to pi by 2 ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ pi by 2 അല്ലെങ്കിൽ ഫംഗ്ഷൻ ഏതാണെന്ന് തന്നിട്ടുണ്ട്, pi by 2 ഫംഗ്ഷൻ 3 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, k എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. സോ ഫസ്റ്റ് നമുക്ക് ചെയ്യാം, ലിമിറ്റ് x ടെൻസ് ടു pi by 2. എക്സ് എന്താ, ടെൻസ് ടു pi by 2 ആണെങ്കിൽ, എക്സ് pi by 2 ആയിട്ടുണ്ടോ, ഇല്ല. എക്സ് ടെൻസ് ടു pi by 2 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ, pi by 2 അല്ല. എക്സ് pi by 2 അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താ, k ഇൻറ്റു cos x ഡിവൈഡഡ് ബൈ pi മൈനസ് 2x ആന്നേ. ഇനി ഇതാ നോക്കിയേ, എക്സ് ടെൻസ് ടു pi by 2. നമ്മൾ ഡയറക്റ്റ് എക്സിന് pi by 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, pi മൈനസ് 2 ഇൻറ്റു എക്സ് ഉണ്ടല്ലോ. എക്സ് എന്ന് പറഞ്ഞാൽ എത്ര, pi by 2. സോ pi മൈനസ് pi എന്നായി പോവും, അത് 0 ആയി പോവും. സോ ഡിനോമിനേറ്റർ എന്ത് വരും, 0 വരും. അത് നമുക്ക് പറ്റുമോ, പറ്റത്തില്ല. സോ അത് നമുക്ക് പറ്റത്തില്ല, ഡിനോമിനേറ്ററിൽ 0 വരാൻ പറ്റത്തില്ല. അപ്പോൾ ലിമിറ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിതാ k എന്തായാലും ഒരു കോൺസ്റ്റൻ്റ്, അതിന് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമേ ഇങ്ങ് വെളിയിൽ എഴുതാം, k ഇങ്ങ് വെളിയിൽ എഴുതി. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു pi by 2 അല്ലയോ. സോ എക്സ് ടെൻസ് ടു pi by 2 നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മേളിൽ എന്ത് കിടപ്പുണ്ട്, ഒരു കോസ് എക്സ് ഒക്കെ കിടപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, എക്സ് ടെൻസ് ടു pi by 2 അല്ലയോ, എക്സ് ടെൻസ് ടു pi by 2 അല്ലയോ. നമ്മൾ ഇതാണ്ട് ഇങ്ങനെ പറയും, ലെറ്റ് എക്സ് ഈക്വൽ ടു pi by 2 പ്ലസ് എച്ച്. ലെറ്റ്സ് എക്സ് ഈക്വൽ ടു എന്താ, pi by 2 പ്ലസ് എച്ച്. നമ്മൾ കോസ് എക്സും സൈൻ എക്സും ഒക്കെ നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളൊരു ഐഡിയ യൂസ് ചെയ്തില്ലായിരുന്നു. ആ സാധനമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ k ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു pi by 2 പകരം ഞാൻ എന്ത് വിളിക്കും, എച്ച് ടെൻസ് ടു 0. എക്സിന് പകരം ഞാൻ എന്ത് കൊടുക്കും, pi by 2 പ്ലസ് എച്ച് എന്ന് കൊടുക്കും. ഓക്കെ, സോ കോസ് മുകളിൽ എന്ത് ചെയ്യും, കോസ് ഓഫ് എക്സിന് പകരം എന്ത് കൊടുക്കാം, pi by 2 പ്ലസ് എച്ച് കൊടുക്കാം. കണ്ടോ, ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ഒരു പ്രോബ്ലത്തിൽ സൈൻ എക്സ് ബൈ എക്സ് എന്നൊക്കെ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം, സി എന്ന് പറയുന്ന പോയിന്റ് കൊടുത്താലും സൈൻ സി ബൈ സി അങ്ങനെ വരത്തുള്ളായിരുന്നു, നമുക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, 0 ആയി പോകുന്നുണ്ട്. സോ എന്ത് ചെയ്യണം, എന്തൊക്കെയോ ചേഞ്ച് നമ്മൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. സോ കോസും സൈനും ഒക്കെ ആണെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്താ, നമുക്കറിയാം നമ്മൾ 1-2 പ്രോബ്ലത്തിൽ കോസെറ്റ്സും സൈനറ്റ്സും ഒക്കെ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യിക്കാൻ ചെയ്ത 1-2 പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ സെയിം ഐഡിയ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ യൂസ് ചെയ്യുക. സോ എച്ച് ടെൻസ് ടു 0 ഇല്ലയോ, എച്ച് സി ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുക്കും, pi by 2 പ്ലസ് എച്ച് എന്ന് കൊടുക്കും. എന്നിട്ട് എച്ച് ടെൻസ് ടു എന്ത് കൊടുക്കും, 0 എന്ന് കൊടുക്കും. ഓക്കെ, ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും, pi മൈനസ് 2 ഇൻറ്റു എക്സിന് പകരം നമ്മൾ എന്താ കൊടുത്തത്, pi by 2 പ്ലസ് എച്ച് എന്ന് കൊടുക്കും. pi by 2 പ്ലസ് എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു k കോൺസ്റ്റൻറ്റ് അതേപോലെ എഴുതി. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. അതാ നോക്കിയേ, മുകളിൽ എന്ത് വരും, കോസ് ഓഫ് pi by 2 പ്ലസ് എച്ച്. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ദ ഹോൾ ഡിവൈഡർ ബൈ താഴെ എന്ത് വരും, pi മൈനസ് 2 അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, pi മൈനസ് pi പ്ലസ് 2h എന്ന് കിട്ടും. അതെ, pi മൈനസ് 2 pi by 2 അതോടെ വരുമ്പോൾ 2 2 ക്യാൻസൽ ആവും, അത് pi ആവും. സോ pi മൈനസ് pi പ്ലസ് 2h എന്ന് കിട്ടും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു k ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. നമുക്ക് താഴെ പൈയും ക്യാൻസൽ ആവും, 2h എന്നാവും. കോസ് 90 എത്ര, കോസ് 90 0. പിന്നെ ആരുണ്ട്, കോസ് 90 0. അപ്പോൾ ഈ ടേം അങ്ങ് 0 ആയി പോവും. പിന്നെ ആരുണ്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് ആൻസറിലോട്ട് അങ്ങ് എഴുതിയാൽ പോരെ. ഇനിയിപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ടല്ലോ. ഓക്കെ, സോ ഈ ടേം 0 ആയി പോവും. അടുത്തത് ഇവിടെ എന്താവും, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അല്ലല്ല ശരിയാ, ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ലിമിറ്റ് ഒന്നുകൂടെ എഴുതാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. കോസ് 90 അതെന്തായി, 0 ആയി. സോ ഈ ടേം മൊത്തത്തിൽ എന്തായി പോയി, കോസ് 90 0 ആയതുകൊണ്ട് ഈ ടേം മൊത്തത്തിൽ എന്തായി പോയി, 0 ആയിപ്പോയി. നമുക്കിനി ബാക്കി ടേം എന്തേ ഉള്ളൂ, മൈനസ് സൈൻ 90 എത്ര, 1. സോ സൈൻ 90 1 അത് എഴുതേണ്ട ആവശ്യമില്ല. സോ മൈനസ്
സൈൻ എച്ച് ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട് ഒരു 2h ഉണ്ട്. സൈൻ എച്ച് ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട് ഒരു 2h ഉണ്ട്. ഓക്കെ 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 മക്കളെ, ഒരൊറ്റ പ്രശ്നം കൂടെ ഉണ്ടാ. അതാ നോക്കിയാൽ 2 നമ്മൾ അകത്തോട്ട് കയറ്റിയില്ലായിരുന്നോ, -2 അകത്തോട്ട് കയറ്റിയപ്പോഴത്തേക്കും -2π/2 -π ആയി -2h ആയിരുന്നു കേട്ടോ. -2h ആയിരുന്നു, സോറി -2h. സോ -2h മൈനസ് മൈനസ് ക്യാൻസൽ ആവും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇങ്ങ് കോമൺ എടുക്കാമല്ലോ, 2ഉം കോമൺ എടുത്ത് വെളിയിൽ എഴുതാം. സോ k/2 ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0 sin h/h വിച്ച് ഈസ് ഈക്വൽ ടു എത്ര, sin h/h എത്ര 1. സോ k/2 എന്ന് ആൻസർ കിട്ടും. k/2 ഇൻറ്റു 1 എന്ന് കിട്ടും അല്ലേ. സോ k/2 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, സോ നമുക്ക് ആൻസർ എന്തോ കിട്ടി, k/2 എന്ന് കിട്ടി. ഇനി ഇതാ നോക്കിയേ, h ഈക്വൽ ടു π/2 ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ, 3 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ലിമിറ്റ് h ടെൻസ് ടു, നമുക്കറിയാം ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്ന എപ്പോഴാണ്, ലിമിറ്റ് h ടെൻസ് ടു c f ഓഫ് എക്സും എഫ് ഓഫ് സിയും ഈക്വൽ ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം, കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇവിടെ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 എഫ് ഓഫ് എക്സ് എന്ത് കിട്ടി, k/2 എന്ന് കണ്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 എഫ് ഓഫ് എക്സ് കണ്ടോ, ആ സാധനം ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി, k/2 എന്ന് ആൻസർ കിട്ടി. ഇനി അതേപോലെ അതാ നോക്കിയേ, എഫ് ഓഫ് π/2 എന്ത് ചെയ്യും, എഫ് ഓഫ് π/2 ചെയ്ത ആൻസർ എന്ത് കിട്ടും, 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഫംഗ്ഷൻ എന്താണ്, h ഈക്വൽ ടു π/2 കണ്ടിന്യൂസ് ആണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സോ ഇതും എന്താണ്, ഈക്വൽ ആണ് അല്ലയോ. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഇംപ്ലൈസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഇംപ്ലൈസ് k/2 ഈസ് ഈക്വൽ ടു എന്താ, 3 എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ k ഈസ് ഈക്വൽ ടു എന്താ, 6 എന്ന ആൻസർ കിട്ടും. ഓക്കെ അല്ലയോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ആദ്യമേ ചെയ്തു ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 k cos x ഡിവൈഡഡ് ബൈ π-2x ചെയ്തു നോക്കിയപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് ഒരു പ്രശ്നം പറ്റി. നമുക്ക് എന്തായത്, ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വന്നാൽ പറ്റാതായപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, നമ്മുടെ കോസും സൈനും ഒക്കെ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഉപയോഗിച്ച ഒരു ഐഡിയ ഉണ്ടല്ലോ, ആ ഐഡിയ യൂസ് ചെയ്ത് അല്ലേ. ആ ഐഡിയ യൂസ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി, k/2 എന്ന് കിട്ടി. ഇനി എനിക്കറിയാം ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുള്ള കണ്ടീഷൻ എന്താ, കണ്ടിന്യൂസ് ആണെങ്കിൽ എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സും എഫ് ഓഫ് സി എന്താവണം, ഈക്വൽ ആയിരിക്കണം. നമുക്ക് തന്നിട്ടുണ്ട് ആൾറെഡി ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണെന്ന്. സോ എക്സ് ടെൻസ് ടു π/2 നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചു, k/2 എന്ന് കിട്ടി. ഇനി എഫ് ഓഫ് π/2 എത്ര, 3. സോ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഇക്വേറ്റ് ചെയ്യുന്നു, കെയുടെ ആൻസർ കണ്ടുപിടിക്കുന്നു, സിമ്പിൾ. ഓക്കെ ഓക്കെ. സോ അടുത്തത് എന്താ, 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. എഫ് ഓഫ് എക്സ് എത്ര തന്നിട്ടുണ്ട്, k² ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 2 ആണെങ്കിൽ k² ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ 3 എന്ന് തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 2 കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ 2 എന്ന് പറയുന്ന പോയിന്റിന് തൊട്ട് മുന്നേ ഒരു വാല്യൂ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 2 എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫംഗ്ഷൻ മാറുന്നുണ്ട്. സോ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അറ്റ് എക്സ് ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 2 കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പോകുക. കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്കറിയാം കണ്ടിന്യൂസ് ആണെങ്കിൽ LHL RHLും എഫ് ഓഫ് 2 എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം അല്ലേ. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ LHLും RHLും എഫ് ഓഫ് 2 എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അങ്ങനെ അതേ പറ, LHL എന്താ, LHL ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2ന് തൊട്ട് മുന്നേ ഉള്ള വാല്യൂ 2 മൈനസ് ആണ്. 2ന് മുന്നേ ഉള്ളതാണെങ്കിൽ ഫംഗ്ഷൻ എന്താ, k² വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ആൻസർ എന്ത് കിട്ടും, 4k എന്ന് ആൻസർ കിട്ടും. എന്ത് കിട്ടും, 4k എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി RHLോ, RHL ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് ആണെങ്കിൽ 2ന് തൊട്ട് 2 കഴിഞ്ഞിട്ടുള്ള സാധനമാണെങ്കിൽ വാല്യൂ എന്താ, 3 കിട്ടുന്നത് അല്ലേ. സോ ഫംഗ്ഷൻ 3 ആൻസർ എന്ത് കിട്ടും, 3 എന്ന് കിട്ടും. ഇനി എഫ് ഓഫ് 2 എന്ത് കിട്ടും, എഫ് ഓഫ് 2 ചെയ്താലും 2² 4k എന്ന് കിട്ടും. ഓക്കെ. സോ LHLും RHLും എഫ് ഓഫ് 2 എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ഇതാ നോക്കിയേ, 4k ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയണം, 3 എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ k ഈസ് ഈക്വൽ ടു എത്ര, 3/4. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു kx + 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ കോസ് എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ. ഓക്കെ, കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് വേണം, k എന്ന് പറയുന്ന സാധനത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കാം നമുക്ക്. ഇതാണ്ടേ നമുക്കറിയാം അറ്റ് എക്സ് ഈക്വൽ ടു പൈ LHL എന്താ, നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേ രീതിയിൽ LHL എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈയുടെ മുന്നേ ഉള്ള വാല്യൂ പൈ മൈനസ് അല്ലേ. പൈ മൈനസ് ആണെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആണ്. ലെസ് ദാൻ പൈ ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ, kx + 1 വിച്ച് ഈസ് ഈക്വൽ ടു പൈ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, k π
പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ആർ എച്ച് എൽ എന്ത് കിട്ടും? ആർ എച്ച് എൽ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് ആണെങ്കിൽ ഫംഗ്ഷൻ പൈയേക്കാൾ കുറച്ചുകൂടെ മേളില്ല. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ ഇവിടെ എന്താ? കോസ് എക്സ് ആ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ആൻസർ കോസ് പൈ കിട്ടും. കോസ് 180 എത്ര? കോസ് 180 -1. ഓക്കെ, സോ നമുക്കറിയാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എൽ എച്ച് എൽ ആർ എച്ച് എൽ ഉറപ്പായിട്ട് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കുകയും വേണം. അങ്ങനെ ഇതാ നോക്കിയേ, കെ പൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? -1 എന്ന് എഴുതാം. കെ പൈ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഇത് അപ്പുറത്തോട്ട് പോകും, -2 ആവും. സോ കെ ഈസ് ഈക്വൽ ടു എന്താ? -2/π എന്ന് വരും. അതായിരിക്കും എന്തോ നമ്മുടെ കോൺസ്റ്റൻറ്റ്. ഓക്കെ, സിമ്പിൾ. അടുത്ത പ്രോബ്ലം, f of x is equal to kx plus 1 if x less than or equal to 5, 3x minus 5 if x greater than 5, continuous at x equal to 5. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? k കണ്ടുപിടിക്കണം. ഓക്കെ, സെയിം നേരത്തെ പറഞ്ഞതുപോലെ കണ്ടോ, 5 എന്ന് പറയുന്ന പോയിന്റിലാണ് ബ്രേക്ക് ആവുന്നത്. 5ൽ വലുതാണെങ്കിൽ ഫംഗ്ഷൻ ഇത്, 5ൽ ചെറുതാണെങ്കിൽ ഫംഗ്ഷൻ അത്. ഓക്കെ, സോ എൽ എച്ച് എൽ ആർ എച്ച് എൽ ഉറപ്പായിട്ട് എന്തായിരിക്കും? കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എൽ എച്ച് എൽ ആർ എച്ച് എൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഏതാ നോക്കിയാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പോവുക. 5ന് തൊട്ട് മുന്നേ ഉള്ള വാല്യൂ ആണ് എക്സിന് പോകുന്നതെങ്കിൽ ഫംഗ്ഷൻ എന്താ? കെ എക്സ് പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്ക്. എന്ത് കിട്ടും? 5k പ്ലസ് 1 എന്ന് കിട്ടും. ആർ എച്ച് എൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് ആർ എച്ച് എൽ ഫംഗ്ഷൻ എന്താ? 5 പ്ലസ് ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ? 3x മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു അപ്ലൈ ചെയ്ത് കൊടുക്ക് 15 മൈനസ് 5. ആൻസർ എന്ത് കിട്ടും? 15 മൈനസ് 5 10 എന്ന് കിട്ടും. സോ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വൽ ആണ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അല്ലേ? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഉറപ്പായിട്ട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 5k പ്ലസ് 1 ഈസ് ഈക്വൽ ടു 10 എന്ന് വിളിക്കാം അല്ലയോ? സിൻസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5, നമുക്ക് എന്ത് പറയാം? എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വൽ ആയിരിക്കും എന്ന് പറയാം. സോ 5k ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. k ഈസ് ഈക്വൽ ടു 9/5 എന്ന് കിട്ടും. ആൻസറായി.